ശാന്തി 12/5/25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, തൊഴിലും മറ്റും ചെയ്യവെയും സദാ തൻ്റെ ഗോഡ്ലി സ്റ്റുഡൻറ് ലൈഫും പഠനവും ഓർമ്മ വയ്ക്കൂ. സ്വയം ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന ലഹരിയിലിരിക്കൂ. ചോദ്യം: ഏത് കുട്ടികൾക്കാണോ ജ്ഞാനാമൃതം ദഹിപ്പിക്കുവാൻ അറിയാവുന്നത് അവരുടെ അടയാളം എന്തായിരിക്കും? ഉത്തരം: അവർക്ക് സദാ ആത്മീയ ലഹരി കയറിയിരിക്കും. ആ ലഹരിയുടെ ആധാരത്തിൽ സർവരുടെയും മംഗളം ചെയ്തുകൊണ്ടിരിക്കും. മംഗളം ചെയ്യുന്നതല്ലാതെ മറ്റേതെങ്കിലും കാര്യം ചെയ്യുന്നത് പോലും അവർക്ക് നല്ലതായി തോന്നുകയില്ല. മുള്ളുകളെ പുഷ്പമാക്കി മാറ്റുന്നതിൻ്റെ സേവനത്തിൽ ബിസിയായിരിക്കും. ഓം ശാന്തി. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പാർട്ട്ധാരിയാണ് എന്നതും അറിയുന്നുണ്ട്. 84 ജന്മങ്ങളുടെ ചക്രം പൂർത്തിയാക്കി. ഇത് കുട്ടികളായ നിങ്ങളുടെ സ്മൃതിയിൽ വരണം. ബാബ വന്നിരിക്കുകയാണ് നമ്മെ വീണ്ടും രാജ്യം പ്രാപ്തമാക്കിക്കുവാനും തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമാക്കുവാനും എന്നത് അറിയുന്നു. ഈ കാര്യങ്ങൾ ബാബയല്ലാതെ മറ്റാരും മനസ്സിലാക്കിക്കുകയില്ല. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ സ്കൂളിൽ ഇരിക്കുകയാണ്, പുറത്തായിരിക്കുമ്പോൾ സ്കൂളിലല്ല. ഇത് ഉയർന്നതിലും ഉയർന്ന ആത്മീയ സ്കൂളാണ് എന്നത് അറിയുന്നുണ്ട്. ആത്മീയ പിതാവ് ഇരുന്ന് പഠിപ്പിക്കുന്നു. പഠനം കുട്ടികൾക്ക് ഓർമ്മ വരേണ്ടതാണല്ലോ. ഇദ്ദേഹവും കുട്ടിയാണ്. ഇദ്ദേഹത്തെ അഥവാ എല്ലാവരെയും പഠിപ്പിക്കുന്നവൻ ആ ബാബയാണ്. സർവ മനുഷ്യകുലത്തിലെ ആത്മാക്കളുടെയും പിതാവ് ആ ഒന്നാണ്. ആ ഒന്ന് വന്ന് ശരീരം ലോണായി സ്വീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ദിവസവും മനസ്സിലാക്കിച്ചു തരുന്നു. ഇവിടെ ഇരിക്കുമ്പോൾ ബുദ്ധിയിൽ ഈ സ്മൃതി ഉണ്ടായിരിക്കണം. നമ്മൾ 84 ജന്മങ്ങളെടുത്തു. നമ്മൾ വിശ്വത്തിൻ്റെ അധികാരികളായിരുന്നു, ദേവീ ദേവന്മാരായിരുന്നു. പിന്നീട് പുനർജന്മങ്ങളെടുത്തെടുത്ത് വന്ന് താഴെ കിടക്കുകയാണ്. ഭാരതം എത്ര സമ്പന്നമായിരുന്നു! മുഴുവൻ സ്മൃതിയും വന്നു കഴിഞ്ഞു. ഭാരതത്തിൻ്റെ തന്നെ കഥയാണ്, അതിനോടൊപ്പം തൻ്റേതുമാണ്. പിന്നെ സ്വയം തന്നെ മറന്നു പോകരുത്. നമ്മൾ സ്വർഗത്തിൽ രാജ്യം ഭരിച്ചിരുന്നു. പിന്നെ നമുക്ക് 84 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നു. ഇത് മുഴുവൻ ദിവസവും സ്മൃതിയിൽ കൊണ്ടുവരേണ്ടി വരും. തൊഴിലും മറ്റും ചെയ്യുമ്പോഴും പഠനം ഓർമ്മ വരണം. നമ്മൾ എങ്ങനെയാണ് വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നത്, പിന്നെ നമ്മൾ താഴെ ഇറങ്ങി വന്നിരിക്കുകയാണ്. വളരെ സഹജമാണ്. എന്നാൽ ഈ ഓർമ്മ പോലും ആർക്കും നിലനിൽക്കുന്നില്ല. ആത്മാവ് പവിത്രമല്ലാത്തത് കാരണം ഓർമ്മ വഴുതിപ്പോകുന്നു. നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഈ ഓർമ്മ വഴുതിപ്പോകുന്നു. നമ്മൾ ബാബയുടെ സ്റ്റുഡൻ്റാണ്. ബാബ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. ബാബ നമ്മെ പഠിപ്പിച്ച് ഇതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. മുഴുവൻ ദിവസവും ഈ സ്മൃതി വന്നുകൊണ്ടിരിക്കട്ടെ. ബാബ തന്നെയാണ് സ്മൃതി വരുത്തുന്നത്. ഇതായിരുന്നല്ലോ ഭാരതം. നമ്മൾ തന്നെ ദേവീ ദേവതകളായിരുന്നു. അത് തന്നെ ഇപ്പോൾ അസുരനായിരിക്കുന്നു. ആദ്യം നിങ്ങളുടെയും ബുദ്ധി ആസുരീയമായിരുന്നു. ഇപ്പോൾ ബാബ ഈശ്വരീയ ബുദ്ധി നൽകിയിരിക്കുന്നു. പക്ഷേ എന്നിട്ടും ചിലരുടെയൊക്കെ ബുദ്ധിയിൽ ഇരിക്കുന്നില്ല, മറന്നു പോകുന്നു. ബാബ എത്ര ലഹരി കയറ്റുന്നു. നിങ്ങൾ വീണ്ടും ദേവത ആകുന്നു. ആ ലഹരി നിലനിൽക്കണമല്ലോ. നമ്മൾ നമ്മുടെ രാജ്യം നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ നമ്മുടെ രാജ്യം ഭരിക്കും. ചിലർക്കാകട്ടെ തികച്ചും ലഹരി കയറുന്നില്ല.
ജ്ഞാനാമൃതം ദഹിക്കുന്നത് തന്നെയില്ല. ആർക്കാണോ ലഹരി കയറിയിട്ടുള്ളത് അവർക്ക് ആരുടെയെങ്കിലും മംഗളം ചെയ്യാതെ മറ്റൊരു കാര്യം ചെയ്യുന്നതും നല്ലതായി തോന്നുകയില്ല. പുഷ്പമാക്കി മാറ്റുന്നതിൻ്റെ സേവനത്തിൽ മുഴുകിയിരിക്കും. നമ്മൾ ആദ്യം പുഷ്പമായിരുന്നു, പിന്നെ മായ മുള്ളാക്കിയിരിക്കുന്നു, ഇപ്പോൾ വീണ്ടും പുഷ്പമാകുന്നു. ഇങ്ങനെയെല്ലാം സ്വയം തന്നോട് സംസാരിക്കണം. ഈ ലഹരിയിലിരുന്ന് നിങ്ങൾ ആർക്ക് തന്നെ മനസ്സിലാക്കി കൊടുത്താലും ഉടനെ ആർക്കെങ്കിലും അമ്പേൽക്കും. ഭാരതം ഗാർഡൻ ഓഫ് അല്ലാഹായിരുന്നു, ഇപ്പോൾ പതീതമായിരിക്കുന്നു. നമ്മൾ തന്നെ മുഴുവൻ വിശ്വത്തിൻ്റെയും അധികാരിയായിരുന്നു. എത്ര വലിയ കാര്യമാണ്! ഇപ്പോൾ വീണ്ടും നമ്മൾ എന്തായിരിക്കുന്നു? എത്ര വീണുപോയി! നമ്മുടെ വീഴ്ചയുടെയും കയറ്റത്തിൻ്റെയും നാടകമാണ് ഇത്. ഈ കഥ ബാബ ഇരുന്ന് കേൾപ്പിക്കുന്നു. അത് അസത്യമായതാണ്, ഇതാണ് സത്യമായത്. അവർ സത്യനാരായണൻ്റെ കഥ കേൾപ്പിക്കുന്നു. നമ്മൾ എങ്ങനെ കയറിയെന്നും പിന്നെ എങ്ങനെ വീണു എന്നതും മനസ്സിലാക്കുന്നില്ല. ഈ ബാബ സത്യമായ സത്യനാരായണൻ്റെ കഥ കേൾപ്പിക്കുകയാണ്. രാജപദവി എങ്ങനെ പാഴാക്കി എന്നത് മുഴുവനും തൻ്റെ മേലാണ്. ആത്മാവിന് ഇപ്പോൾ മനസ്സിലായി നമ്മൾ എങ്ങനെയാണ് ഇപ്പോൾ ബാബയിൽ നിന്നും രാജപദവി നേടിക്കൊണ്ടിരിക്കുന്നത് എന്ന്. ബാബ ഇവിടെ വെച്ച് ചോദിക്കുമ്പോൾ പറയുന്നു അതേ ലഹരിയുണ്ട് എന്ന്. പിന്നെ പുറത്തു പോകുമ്പോൾ യാതൊരു ലഹരിയും ഉണ്ടായിരിക്കുന്നില്ല. കുട്ടികൾ സ്വയം കൈ ഉയർത്തുന്നു, പക്ഷേ ലഹരി നിലനിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ളതാണ് പെരുമാറ്റം. ഫീലിംഗ് വരുന്നുണ്ടല്ലോ. ബാബ കുട്ടികൾക്ക് സ്മൃതി വരുത്തുന്നു. കുട്ടികളെ, നിങ്ങൾക്ക് ഞാൻ രാജപദം നൽകിയിരുന്നു, പിന്നെ നിങ്ങൾ പാഴാക്കി, നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു. കാരണം ഈ നാടകം തന്നെ കയറുന്നതിൻ്റെയും ഇറങ്ങുന്നതിൻ്റെതുമാണ്. ഇന്ന് രാജാവാണ്, നാളെ അയാളെ താഴെ ഇറക്കുന്നു. പത്രത്തിൽ ഇങ്ങനെയുള്ള വളരെയധികം കാര്യങ്ങൾ വരുന്നു. അതിനുള്ള റെസ്പോൺസ് നൽകുകയാണെങ്കിൽ എന്തെങ്കിലും മനസ്സിലാക്കിയേനെ. ഇത് നാടകമാണ് എന്നത് ഓർമ്മയുണ്ടായിരിക്കുകയാണെങ്കിലും സദാ സന്തോഷമുണ്ടായിരുന്നേനെ. ബുദ്ധിയിലുണ്ടല്ലോ. ഇന്നേക്ക് 5000 വർഷം മുമ്പ് ശിവ് ബാബ വന്നിരുന്നു. വന്ന് രാജയോഗം പഠിപ്പിച്ചിരുന്നു. യുദ്ധം നടന്നിരുന്നു. ഇപ്പോൾ ഇതെല്ലാം റൈറ്റായ കാര്യങ്ങളാണ് ബാബ കേൾപ്പിക്കുന്നത്. ഇത് പുരുഷോത്തമ യുഗമാണ്. കലിയുഗത്തിനു ശേഷം ഈ പുരുഷോത്തമ യുഗം വരുന്നു. കലിയുഗത്തെ പുരുഷോത്തമ യുഗം എന്ന് പറയില്ല, സത്യയുഗത്തെയും പറയില്ല. ആസുരീയ സമ്പ്രദായം എന്നും ദേവീ സമ്പ്രദായം എന്നും പറയുന്നു. അതിന് മധ്യത്തിലുള്ളതാണ് പഴയ ലോകത്തു നിന്നും പുതിയ ലോകമുണ്ടാകുന്ന ഈ സംഗമയുഗം. പുതിയതിൽ നിന്നും പഴയതാകുന്നതിന് മുഴുവൻ ചക്രവും എടുക്കുന്നു. ഇപ്പോൾ സംഗമയുഗമാണ്. സത്യയുഗത്തിൽ ദേവീ ദേവതകളുടെ രാജ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല. മറ്റനേകം ധർമ്മങ്ങൾ വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ ബുദ്ധിയിലിരിക്കുന്നുണ്ട്. വളരെ പേരുണ്ട് 6-8 മാസമോ 12 മാസമോ പഠിച്ച ശേഷം പിന്നെ വീണു പോകുന്നു, ഫെയിലായി പോകുന്നു. പവിത്രമായിരിക്കുന്നു, പക്ഷേ പഠിക്കുന്നില്ലെങ്കിൽ കുടുങ്ങിപ്പോകും. കേവലം പവിത്രത മാത്രമായി ഉപയോഗത്തിൽ വരുന്നില്ല. ഇങ്ങനെയുള്ള ധാരാളം സന്യാസിമാരുമുണ്ട്. അവർ സന്യാസധർമ്മം ഉപേക്ഷിച്ചു പോയി ഗൃഹസ്ഥിയായി മാറുന്നു, വിവാഹവും മറ്റും കഴിക്കുന്നു. അതിനാൽ ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ സ്കൂളിൽ ഇരിക്കുകയാണ്. നമ്മൾ നമ്മുടെ രാജധാനി എങ്ങനെ നഷ്ടപ്പെടുത്തി, എത്ര ജന്മമെടുത്തു എന്നത് സ്മൃതിയിലുണ്ട്. ഇപ്പോൾ വീണ്ടും ബാബ പറയുന്നു, വിശ്വത്തിൻ്റെ അധികാരിയാകൂ. തീർച്ചയായും പാവനമാകണം. എത്ര കൂടുതൽ ഓർമ്മിക്കുമോ അത്രയും പവിത്രമായി കൊണ്ടിരിക്കും. കാരണം സ്വർണത്തിൽ കലർപ്പ് ചേരുന്നു, അത് എങ്ങനെ ഇളകും?
കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ ആത്മാവ് സതോ പ്രധാനമായിരുന്നു, 24 കാരറ്റ് ആയിരുന്നു. പിന്നെ വീണ് ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടായിരിക്കുന്നു. നമ്മൾ എന്തായി മാറിയിരിക്കുന്നു? ബാബ നമ്മൾ എന്തായിരുന്നു എന്ന് പറയുന്നില്ല. മനുഷ്യരായ നിങ്ങൾ തന്നെയാണ് പറയുന്നത് നമ്മൾ ദേവതയായിരുന്നു എന്ന്. ഭാരതത്തിന് മഹിമയുണ്ടല്ലോ. ഭാരതത്തിൽ ആരാണ് വരുന്നത്, എന്ത് ജ്ഞാനമാണ് നൽകുന്നത്, ഇതാരും അറിയുന്നില്ല. ലിബറേറ്റർ എപ്പോൾ വരുന്നു എന്നത് അറിയേണ്ടതാണല്ലോ. ഭാരതം പ്രാചീനമാണ് എന്ന് പാടപ്പെടുന്നു. അപ്പോൾ തീർച്ചയായും ഭാരതത്തിൽ തന്നെയാകണം റീഇൻകാർണേഷൻ ഉണ്ടായിട്ടുണ്ടാവുക. അഥവാ ജയന്തിയും ഭാരതത്തിലാണ് ആഘോഷിക്കുന്നത്. തീർച്ചയായും ഫാദർ ഇവിടെ തന്നെയാണ് വരുന്നത്. ഭാഗീരഥൻ എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ വന്നിട്ടുണ്ടാകുമല്ലോ. പിന്നെ കുതിരവണ്ടിയും മറ്റും കാണിച്ചിരിക്കുന്നു. എത്ര വ്യത്യാസമുണ്ട്! കൃഷ്ണനെയും രഥത്തെയും കാണിച്ചിരിക്കുന്നു. എന്നെക്കുറിച്ച് ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, ബാബ ഈ രഥത്തിൽ വരുന്നു. ഇദ്ദേഹത്തെയാണ് ഭാഗ്യശാലി രഥം എന്ന് പറയുന്നത്. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു. ചിത്രത്തിൽ എത്ര സ്പഷ്ടമാണ്! ത്രിമൂർത്തിയുടെ മുകളിൽ ശിവൻ. ഈ ശിവന്റെ പരിചയം ആരാണ് നൽകിയത്? ബാബ തന്നെയാണല്ലോ ഉണ്ടാക്കിച്ചത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ബാബ ഈ ബ്രഹ്മാവിൻ്റെ രഥത്തിൽ വന്നിരിക്കുകയാണ്. ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് ബ്രഹ്മാവ്. ഇതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. 84 ജന്മങ്ങൾക്ക് ശേഷം വിഷ്ണു തന്നെ ബ്രഹ്മാവാകുന്നതെവിടെ? ബ്രഹ്മാവ് തന്നെ 1 സെക്കൻഡിൽ വിഷ്ണു ആകുന്നതെവിടെ? ബുദ്ധിയിൽ ധാരണ ചെയ്യേണ്ടതായ വണ്ടർഫുൾ കാര്യങ്ങളാണല്ലോ. ആദ്യം മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത് ബാബയുടെ പരിചയമാണ്. ഭാരതം തീർച്ചയായും സ്വർഗമായിരുന്നു. ഹെവൻലി ഗോഡ് ഫാദർ സ്വർഗം നിർമ്മിച്ചിട്ടുണ്ടാകും. ഈ ചിത്രമാകട്ടെ വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിൻ്റെ താല്പര്യം ഉണ്ടായിരിക്കുമല്ലോ. ബാബയ്ക്കും താല്പര്യമുണ്ട്. നിങ്ങൾ സെൻറ്റേഴ്സിലും ഇങ്ങനെ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ഇവിടെ ഡയറക്റ്റായി ബാബയുണ്ട്. ബാബ ആത്മാക്കൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ആത്മാക്കൾ മനസ്സിലാക്കിക്കുന്നതും ബാബ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും തമ്മിൽ തീർച്ചയായും വ്യത്യാസമുണ്ടായിരിക്കുന്നു. അതിനാൽ ഇവിടെ നേരിട്ട് കേൾക്കുന്നതിന് വേണ്ടി വരുന്നു. ബാബ തന്നെയാണ് ഓരോ നിമിഷവും കുട്ടികളെ കുട്ടികളെ എന്ന് പറയുന്നത്. സഹോദരന്മാരുടേതിന് എത്രത്തോളം ബാബയുടേതിന് ഉണ്ടായിരിക്കുന്നോ അത്രയും പ്രഭാവം ഉണ്ടാകില്ല. ഇവിടെ നിങ്ങൾ ബാബയുടെ സന്മുഖത്തിരിക്കുന്നു. ആത്മാക്കളും പരമാത്മാവും കൂടിക്കാഴ്ച നടത്തുന്നു. അതിനാൽ ഇതിനെ മേള എന്ന് പറയുന്നു. ബാബ സന്മുഖത്തിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. അതിനാൽ വളരെയധികം ലഹരി കയറുന്നു. പരിധിയില്ലാത്ത ബാബയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. നമ്മൾ ആ ഒന്നിനെ അംഗീകരിക്കില്ലേ? ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ സ്വർഗത്തിലേക്ക് അയച്ചിരുന്നു. പിന്നെ നിങ്ങൾ 84 ജന്മം എടുത്തെടുത്ത് പതീതമായിരിക്കുന്നു. വീണ്ടും നിങ്ങൾ പാവനമാവുകയില്ലേ? ആത്മാക്കളോടാണ് പറയുന്നത്. ചിലർ മനസ്സിലാക്കുന്നുണ്ട് ബാബ സത്യമാണ് പറയുന്നത്. ചിലർ ഉടനെ പറയും, ബാബ നമ്മൾ എന്തുകൊണ്ട് പവിത്രമാകുന്നില്ല? ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ മുറിയും. നിങ്ങൾ സത്യമായ സ്വർണമായി മാറും. ഞാൻ സർവരുടെയും പതീത പാവനായ അച്ഛനാണ്. അപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതും ആത്മാക്കൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിലും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. ആരെങ്കിലും പുതിയതായി വന്നു എന്നിരിക്കട്ടെ, അവരിൽ ആരാണോ ഇവിടെയുള്ള പുഷ്പം അവർക്ക് ടച്ചാകും. ഇവർ പറയുന്നത് ശരിയാണ്. ഇവിടുത്തേതല്ല എങ്കിൽ മനസ്സിലാക്കുകയില്ല. നിങ്ങളും മനസ്സിലാക്കിച്ചു കൊടുക്കൂ.
ആത്മാക്കളായ നമ്മളോട് ബാബ പറയുന്നു, നിങ്ങൾ പവിത്രമാകൂ. മനുഷ്യർ പാവനമാകുന്നതിന് വേണ്ടി ഗംഗാ സ്നാനം ചെയ്യുന്നു, ഗുരുവിനെ സ്വീകരിക്കുന്നു. പക്ഷേ പതീത പാവനൻ ബാബ മാത്രമാണ്. ബാബ ആത്മാക്കളോട് പറയുന്നു, നിങ്ങൾ എത്ര പതീതമായിരിക്കുന്നു. അതിനാൽ ആത്മാവ് ഓർമ്മിക്കുന്നു, വന്ന് പാവനമാക്കൂ എന്ന്. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം വരുന്നു. കുട്ടികളായ നിങ്ങളോട് പറയുന്നു, ഈ അന്തിമ ജന്മം പവിത്രമാകൂ. ഈ രാവണരാജ്യം സമാപ്തമാകേണ്ടതുണ്ട്. മുഖ്യമായ കാര്യം പാവനം ആകുന്നതിൻ്റെതാണ്. സ്വർഗത്തിൽ വിഷം ഉണ്ടായിരിക്കുന്നില്ല. ആരെങ്കിലും വരുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ബാബ പറയുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ പാവനമാകും, കലർപ്പ് ഇളകിപ്പോകും. മന്മനാഭവ എന്ന വാക്ക് ഓർമ്മയുണ്ടല്ലോ. ബാബ നിരാകാരനാണ്, നമ്മൾ ആത്മാവും നിരാകാരമാണ്. ഏതുപോലെ നമ്മൾ ശരീരത്തിലൂടെ കേൾക്കുന്നു, ബാബയും ഈ ശരീരത്തിൽ വന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ഇല്ലെങ്കിൽ എങ്ങനെ പറയാൻ കഴിയും, എന്നെ മാത്രം ഓർമ്മിക്കൂ, ദേഹത്തിൻ്റെ സർവ സംബന്ധവും ഉപേക്ഷിക്കൂ എന്ന്. തീർച്ചയായും ഇവിടെ വരുന്നുണ്ട്. ബ്രഹ്മാവിൽ പ്രവേശിക്കുന്നു. പ്രജാപിതാവ് ഇപ്പോൾ പ്രാക്ടിക്കലിലുണ്ട്. ഇദ്ദേഹത്തിലൂടെ ബാബ നമ്മളോട് ഇങ്ങനെ പറയുന്നു, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടേത് മാത്രമാണ് അംഗീകരിക്കുന്നത്. ആ ഒന്ന് പറയുന്നു, പാവനമാകൂ, പതീത അവസ്ഥ ഉപേക്ഷിക്കൂ, പഴയ ദേഹത്തിൻ്റെ അഭിമാനം ഉപേക്ഷിക്കൂ, എന്നെ ഓർമ്മിക്കൂ. എങ്കിൽ അന്തമതി സൗഗതി ഉണ്ടാകും. നിങ്ങൾ ലക്ഷ്മി നാരായണന്മാരായി മാറും. ബാബയിൽ നിന്നും മുഖം തിരിപ്പിക്കുന്ന മുഖ്യ അവഗുണമാണ് പരസ്പരം പരചിന്തനം നടത്തുക, ഈവിൾ കാര്യങ്ങൾ കേൾക്കുക, കേൾപ്പിക്കുക എന്നത്. ബാബയുടെ ഡയറക്ഷനാണ്, നിങ്ങൾ ഈവിൾ കാര്യങ്ങൾ കേൾക്കുവാൻ പാടില്ല. ഇവരുടെ കാര്യം അവരെയും അവരുടെ കാര്യം ഇവരെയും കേൾപ്പിക്കുക എന്നുള്ള ഈ ഏഷണി പറച്ചിൽ കുട്ടികളായ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുവാൻ പാടില്ല. ഈ സമയം ലോകത്തിൽ എല്ലാവരും വിപരീത ബുദ്ധികളാണല്ലോ. രാമൻ്റേതല്ലാതെ രണ്ടാമത് ഏതെങ്കിലും കാര്യം കേൾപ്പിക്കുക എന്നതിനെ ഏഷണി എന്ന് പറയുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഈ ഏഷണി പറച്ചിൽ ഉപേക്ഷിക്കൂ. നിങ്ങൾ എല്ലാ ആത്മാക്കൾക്കും പറഞ്ഞു കൊടുക്കൂ, ഹേ സീതമാരെ, നിങ്ങൾ ഒരു രാമനുമായി യോഗം ചേർക്കൂ. നിങ്ങൾ മെസ്സഞ്ചറാണ്, ഈ മെസ്സേജ് നൽകൂ. ബാബ പറഞ്ഞിരിക്കുകയാണ്, എന്നെ ഓർമ്മിക്കൂ, ഇത്രമാത്രം. ഈ കാര്യമല്ലാതെ മറ്റെല്ലാം ഏഷണി പറച്ചിലാണ്. ബാബ എല്ലാ കുട്ടികളോടും പറയുന്നു, ഏഷണി പറച്ചിൽ ഉപേക്ഷിക്കൂ. എല്ലാ സീതമാരുടെയും യോഗം ഒരു രാമനുമായി ചേർക്കൂ. നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്, ഇത്രമാത്രം. ഈ സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. ബാബ വന്നു കഴിഞ്ഞു. പറയുന്നു, നിങ്ങൾക്ക് ഗോൾഡൻ ഏജിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അയൺ ഏജ് ഉപേക്ഷിക്കണം. നിങ്ങൾക്ക് വനവാസം ലഭിച്ചിരിക്കുന്നു. കാട്ടിലാണല്ലോ ഇരിക്കുന്നത്. വനം എന്ന് കാടിനെയാണ് പറയുന്നത്. കന്യകയുടെ വിവാഹം നടക്കുമ്പോൾ വനത്തിൽ ഇരിക്കുന്നു, പിന്നീട് കൊട്ടാരത്തിലേക്ക് പോകുന്നു. നിങ്ങളും കാട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ ഭർതൃഗ്രഹത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഈ പഴയ ദേഹത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ഒരു ബാബയെ ഓർമ്മിക്കൂ. ആരുടേതാണോ വിനാശകാലെ പ്രീതബുദ്ധി, അവർ കൊട്ടാരത്തിലേക്ക് പോകും. ബാക്കി വിപരീത ബുദ്ധിയുടേത് വനവാസമാണ്, കാട്ടിലാണ് വാസം. ബാബ കുട്ടികളായ നിങ്ങൾക്ക് ഭിന്ന ഭിന്ന രീതിയിലൂടെ മനസ്സിലാക്കിച്ചു തരുന്നു. ഏതൊരു ബാബയിലൂടെയാണോ ഇത്രയും പരിധിയില്ലാത്ത ചക്രവർത്തി പദവി നേടിയത്, ആ ഒന്നിനെ മറന്നുപോയെങ്കിൽ വനവാസത്തിലേക്ക് പോയിരിക്കുകയാണ്.
വനവാസവുമുണ്ട്, ഗാർഡൻ വാസവുമുണ്ട്. ബാബയുടെ പേര് തന്നെ പൂന്തോട്ടക്കാരൻ എന്നാണ്. എന്നാൽ ആരുടെയെങ്കിലും ബുദ്ധിയിൽ വന്നെങ്കിലല്ലേ. ഭാരതത്തിൽ തന്നെയാണ് നമ്മുടെ രാജ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ വനവാസമാണ്, പിന്നീട് ഗാർഡനിലേക്ക് പോകുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ബുദ്ധിയിലുണ്ട് നമ്മൾ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും നമ്മുടെ രാജ്യം എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, എന്നോട് പ്രീതി വയ്ക്കൂ, എന്നിട്ടും മറന്നു പോകുന്നു. ബാബ പരാതി പറയുകയാണ്, പിതാവായ എന്നെ നിങ്ങൾ എവിടം വരെ മറന്നുകൊണ്ടിരിക്കും? പിന്നെ ഗോൾഡൻ ഏജിലേക്ക് എങ്ങനെ പോകും? സ്വയം തന്നോട് ചോദിക്കൂ, നമ്മൾ എത്ര സമയം ബാബയെ ഓർമ്മിക്കുന്നുണ്ട്? നമ്മൾ ഓർമ്മയാകുന്ന അഗ്നിയിൽ പതിച്ചിരിക്കുന്നത് പോലെയാണ്. അതിലൂടെ വികർമ്മം വിനാശമാകുന്നു. ഒരു ബാബയോട് പ്രീതബുദ്ധി ഉണ്ടാകണം. ഏറ്റവും ഫസ്റ്റ് ക്ലാസ്സായ പ്രിയതമനാണ്. ആ ഒന്ന് നിങ്ങളെയും ഫസ്റ്റ് ക്ലാസ് ആക്കി മാറ്റുന്നു. ആടുകളെപ്പോലെ തേർഡ് ക്ലാസ്സിൽ സഞ്ചരിക്കുന്നതെവിടെ? എയർ കണ്ടീഷനിൽ സഞ്ചരിക്കുന്നതെവിടെ? എത്ര വ്യത്യാസമുണ്ട്! ഇതെല്ലാം വിചാരസാഗര മഥനം ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് രസമുണ്ടാകും. ഈ ബാബയും പറയുന്നു, ഞാനും ബാബയെ ഓർമ്മിക്കുന്നതിന് വേണ്ടി വളരെയധികം തലയിട്ടടിക്കുന്നു. മുഴുവൻ ദിവസവും ചിന്ത നടന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കും ഇതേ പ്രയത്നം ചെയ്യേണ്ടതുണ്ട്. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആരെയും ഒരു രാമൻ്റെ അഥവാ ബാബയുടെ കാര്യങ്ങളല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾ കേൾപ്പിക്കരുത്. ഒരാളുടെ കാര്യം അടുത്തയാളെ കേൾപ്പിക്കുക, പരചിന്തനം ചെയ്യുക, ഇത് ഏഷണി പറച്ചിലാണ്. ഇത് ഉപേക്ഷിക്കണം. ഒരു ബാബയോട് പ്രീതി വയ്ക്കണം. പഴയ ദേഹത്തിൻ്റെ അഭിമാനം ഉപേക്ഷിച്ച് ഒരു ബാബയുടെ ഓർമ്മയിലൂടെ സ്വയം തന്നെ പാവനമാക്കി മാറ്റണം. വരദാനം: ഉൾക്കൊള്ളുവാനുള്ള ശക്തിയിലൂടെ റോങ്ങിനെയും റൈറ്റ് ആക്കി മാറ്റുന്ന വിശ്വ പരിവർത്തകനായി ഭവിക്കട്ടെ. മറ്റുള്ളവരുടെ തെറ്റിനെ കണ്ട് സ്വയം തെറ്റ് ചെയ്യാതിരിക്കൂ. അഥവാ ആരെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ റൈറ്റിൽ ഇരിക്കണം. അവരുടെ കൂട്ടുകെട്ടിൻ്റെ പ്രഭാവത്തിൽ വരരുത്. ആരാണോ പ്രഭാവത്തിൽ വന്നു പോകുന്നത് അവർ അലക്ഷ്യരായി പോകുന്നു. ഓരോരുത്തരും കേവലം ഈ ഒരു ഉത്തരവാദിത്വം എടുക്കൂ, ഞാൻ റൈറ്റിൻ്റെ മാർഗത്തിൽ തന്നെ ഇരിക്കും. അഥവാ മറ്റുള്ളവർ റോങ് ആയത് ചെയ്യുകയാണെങ്കിൽ ആ സമയത്ത് ഉൾക്കൊള്ളുവാനുള്ള ശക്തി യൂസ് ചെയ്യൂ. ആരുടെയെങ്കിലും തെറ്റിനെ നോട്ട് ചെയ്യുന്നതിന് പകരം അവർക്ക് സഹയോഗത്തിൻ്റെ നോട്ട് നൽകൂ. അതിനർത്ഥം സഹയോഗത്താൽ നിറയ്ക്കൂ. അപ്പോൾ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യം സഹജമായി നടക്കും. സ്ലോഗൻ: നിരന്തര യോഗി ആകണമെങ്കിൽ പരിധിയുള്ള ഞാനും എൻ്റേതെന്ന ഭാവവും പരിധിയില്ലാത്തതിലേക്ക് പരിവർത്തനപ്പെടുത്തൂ. അവ്യക്ത സൂചന: ആത്മീയ റോയൽറ്റിയുടെയും പ്യൂരിറ്റിയുടെ പേഴ്സണാലിറ്റി ധാരണ ചെയ്യൂ. വർത്തമാന സമയമനുസരിച്ച് ഫരിസ്ത സ്ഥിതിയുടെ സമ്പന്ന സ്റ്റേജിൻ്റെ അഥവാ ബാബ് സമാൻ സ്റ്റേജിൻ്റെ സമീപം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് പവിത്രതയുടെ പരിഭാഷയും അതിസൂക്ഷ്മമായിക്കൊണ്ടിരിക്കുന്നു. കേവലം ബ്രഹ്മചാരിയാകുന്നത് മാത്രമല്ല പവിത്രത, എന്നാൽ ബ്രഹ്മചാരിയോടൊപ്പം ബ്രഹ്മ ബാബയുടെ ഓരോ കർമ്മമാകുന്ന ചുവടിന്മേൽ ചുവട് വയ്ക്കുന്ന ബ്രഹ്മചാരിയാകൂ.
ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ എൻ്റെ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. സർവബന്ധനമുക്തവും ആനന്ദമയവുമായ സ്ഥിതി ഞാൻ അനുഭവിക്കുന്നു. ഈ ദിവ്യവും അലൗകികവുമായ ഈശ്വരീയ പ്രാപ്തികളുടെ അനുഭവം സംഗമയുഗത്തിലെ സർവശ്രേഷ്ഠ ഭാഗ്യമാണ്. സാകാര സൃഷ്ടിയിലെ എൻ്റെ സഹോദര ആത്മാക്കൾക്കും അവരുടെ ജന്മസിദ്ധ അവകാശമായ ഈശ്വരീയ പ്രാപ്തികൾ ലഭിക്കട്ടെ എന്ന ശക്തിശാലി ശുഭ സങ്കൽപ്പം ഞാൻ അവരിലേക്ക് അയക്കുകയാണ്. ഹേ ആത്മാക്കളെ, ബാബ സർവ ആത്മാക്കൾക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ഈശ്വരീയ സമ്പത്ത്
നൽകുവാൻ വന്നു കഴിഞ്ഞു എന്ന മനസ്സിൻ്റെ സങ്കല്പം ആ ആത്മാക്കളിൽ എത്തട്ടെ. സംഗമയുഗത്തിലെ ഈ സർവശ്രേഷ്ഠ ഭാഗ്യത്തിന് ആ ആത്മാക്കൾ യോഗ്യരായി മാറട്ടെ.